നൊമ്പര കാഴ്ചയ്ക്കാണ് വെഞ്ഞാറമൂട് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. അഫാന്റെ കൊടും ക്രൂരതയ്ക്ക് ശേഷം പിതാവ് അബ്ദുൾ റഹീം നാട്ടിലെത്തി. മകൻ കൊന്നുതള്ളിയ ഉച്ചവരുടെ കബറിടത്തിൽ മനമുരുകി അബ്ദുൾ റഹീം പൊട്ടിക്കരഞ്ഞു. ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഭാര്യ ഷെമിയെയും അബ്ദുൾ റഹീം കണ്ടു. വാക്കുകളാൽ വിവരിക്കാൻ കഴിയുന്നതിനും അപ്പുറം വൈകാരികതയിലായിരുന്നു അബ്ദുൾ റഹീം. സ്വന്തം മകൻ ക്രൂരമായി കൊന്നുതള്ളിയ ഇളയ മകൻ അഫ്സാൻ, ഉമ്മ സൽമ ബീവി, സഹോദരൻ ലത്തീഫ്, ഭാര്യ ഷാജിദ ബീവി, 4 പേരുടെയും കബറിടത്തിനു മുന്നിൽ പൊട്ടിക്കരഞ്ഞു. താഴെപ്പങ്ങോട് കുടുംബ വീട്ടിലെത്തിയ ശേഷമാണ് പള്ളിയിലെ കബറിടത്തിൽ അബ്ദുൾ റഹീം വന്നത്. രാവിലെ ദമാമിൽ നിന്ന് തിരുവനന്തപുരം എയർപോർട്ടിലെത്തിയ ശേഷം ആദ്യം ശ്രീഗോകുലം മെഡിക്കൽ കോളേജിലെത്തി ഭാര്യ ഷെമിയെ കണ്ടു. കട്ടിലിൽ നിന്ന് വീണു പരിക്കേറ്റതാണെന്ന് പറഞ്ഞ ഷെമി മക്കളെക്കുറിച്ചും അബ്ദുൾ റഹീമിനോട് ചോദിച്ചു. റഹീമിന്റെ കൂടെ കയറി കാണാൻ കഴിഞ്ഞു. കണ്ടപ്പോഴത്തേക്ക് റഹീമിനെ തിരിച്ചറിയുകയും കയ്യിൽ പിടിക്കുകയും ചെയ്തു. അവർ റിക്കവർ ചെയ്ത് വരും, കുഴപ്പമില്ല, അവർ റിക്കവറായി വരും. സംസാരിക്കുന്ന വ്യക്തമായി തിരിഞ്ഞില്ലെങ്കിൽ പോലും മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കും. അത് റഹീമിന് മനസ്സിലാവുന്നുണ്ട്. റഹീം അതിന് മറുപടിയും കൊടുക്കുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് 7 വർഷമായി നാട്ടിൽ വരാനാകാതെ ദമാമിൽ കഴിയുകയായിരുന്നു അബ്ദുൾ റഹീം. സാമൂഹ്യ പ്രവർത്തകരുടെ ഇടപെടലിലാണ് റഹീമിന് തിരികെ നാട്ടിലേക്ക് വരാൻ വഴി തുറന്നത്. 24 തിരുവനന്തപുരം.